പ്രഭാകരൻ സാർ, ഈ എന്തുകൊണ്ട് ഈ തീ പെട്ടെന്ന് അണയ്ക്കാൻ പറ്റുന്നില്ല? മാത്രമല്ല, ഇപ്പോൾ ആഴക്കടലിലേക്ക് കൊണ്ടുപോകുന്നു ഈ കപ്പൽ, ടഗ് ഉപയോഗിച്ച് ആഴക്കടലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതൊക്കെയാണോ സാധാരണ ഇങ്ങനെയൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നടക്കുന്ന പ്രക്രിയകൾ? ഇതൊക്കെയാണോ പ്രക്രിയകൾ? എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്, പലതും ഉണ്ട്. അതിപ്പം ഇപ്പോ സംഭവിച്ചിരിക്കുന്ന ഈ കപ്പൽ മുങ്ങിയിട്ടില്ല, ഇതിപ്പോഴും പകുതി ബാലൻസിൽ നിൽക്കുകയാണ്. അതിനെ സാധാരണയായി അതിനെ ആഴക്കടലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. കാരണം ആഴക്കടൽ എന്ന് നമ്മൾ പറയുന്നത് ആഴം കൂടിയ കടൽ എന്നല്ല, ഇതിന്റെ കോണ്ടിനെന്റൽ ഷെൽഫ് ഉണ്ട്. ഇതിന് അടിയിൽ, കടലിന് അടിയിലുള്ള കോണ്ടിനെന്റൽ ഷെൽഫ് മാറ്റി അത്രയും ആഴക്കടലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ അപകടങ്ങൾ വളരെ കുറയും. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആഴക്കടലിലേക്ക് കൊണ്ടുപോകുക, അത് കെട്ടിവലിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു സംഗതിയായിട്ട് ഇവിടെ സാധാരണ ചെയ്യാറുള്ളത്. ഇൻഷുറൻസ് പാർട്ടിയും സാൽവേജ് പാർട്ടിയും ആ കമ്പനി ആരെയാണ് അപ്പോയിന്റ് ചെയ്തത്, അവരുടെ വിദഗ്ധന്മാരുടെ അഭിപ്രായം അനുസരിച്ച് അവർ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ടെക്നിക്കലായിട്ട് പോസിബിൾ ആണ്. അത് ഗവൺമെന്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ലീജ് ഷിപ്പിങ്ങിന്റെ അവരായിരിക്കും ഇതിനെപ്പറ്റി എല്ലാം ഇവരൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റ് ഇതിനെ അങ്ങനെ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സംസ്ഥാന ഗവൺമെന്റിന് ജനങ്ങൾ, അവിടുത്തെ തീരദേശ ജനങ്ങളുടെ അവർക്കുള്ള ഈ വിഷമങ്ങൾ മനസ്സിലാക്കി അവർക്ക് സമാധാനം കൊടുക്കാൻ സാധിക്കണം. അത് ഒരു സോഷ്യൽ വർക്ക് മാത്രമാണ്. ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ കപ്പലിന് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ആഴക്കടലിലേക്ക് പോയിട്ട് മുങ്ങുന്നത് ആഴക്കടലിൽ തന്നെ ആയിക്കോട്ടെ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. അതാണ് സാധാരണ ചെയ്യുക. ആഴക്കടലിൽ മുങ്ങിയാൽ വളരെ താഴത്തേക്ക് പോകും. എത്രയോ ആഴമുള്ള സ്ഥലങ്ങൾ, ഇവിടെ നമ്മുടെ കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറയുന്നത് 24, ഇപ്പോൾ തന്നെ അവിടെ ആഴക്കടലിന്റെ ഭാഗത്തായിരിക്കാൻ സാധ്യത ഉണ്ട്. അതാണ് സാധാരണ എല്ലാവരും ചെയ്യുക. അപ്പോൾ ഇത് പൂർണ്ണമായും കത്തിത്തീരാൻ എത്ര ദിവസങ്ങൾ എടുക്കും? അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ഇതിലെ കണ്ടെയ്നറുകളിലുള്ള അല്ല, അതിന്റെ ഉള്ളടക്കം ഇപ്പൊ ഇത്രയും പലതരത്തിലുള്ള ആസിഡുകളൊക്കെ ആണല്ലോ. അപ്പോൾ അതിന്റെ ഒരു ക്വാണ്ടിറ്റി നോക്കിയിട്ടായിരിക്കും അല്ലെ വിലയിരുത്താൻ പറ്റുള്ളൂ? ക്വാണ്ടിറ്റി മാത്രമല്ല, അത് എങ്ങനെയാണ് അതിന് കത്തുക, അവരിലേക്ക് എങ്ങനെയാണ് ഇവർ കത്തുന്നത് തന്നെ ശമിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പ് പോയിട്ടുണ്ട്, അവർക്കൊന്നും കംപ്ലീറ്റ് അഗ്നിശമനം നടത്താൻ പറ്റുകയില്ല. കാരണം അതിനുള്ള അങ്ങനെയല്ല അത് ചെയ്യുക. സാധാരണ കത്തി തീരുകയാണ് ചെയ്യുക. ഫ്യൂവൽ മാറ്റുക. ഈ ഫ്യൂവൽ എന്ന് പറയുന്നത് അത് കത്തുന്ന സ്ഥലത്ത് നിന്ന് അധികം കത്താത്ത സ്ഥലത്തേക്ക് മാറ്റുക. അതൊക്കെ എന്താ അവർ ചെയ്യുന്ന എനിക്ക് അറിയില്ല. അത് അവസരത്തെ നോക്കി അവരെല്ലാവരും ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അല്ല, ഈ കരയിലേതിനേക്കാൾ പിന്നെ എളുപ്പമാകും കടലിൽ ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇല്ല ഒരു സ്ഥലത്തും ഒരു തീപിടുത്തം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തും എളുപ്പമുള്ള സംഗതിയല്ല. അത് നമ്മൾ ഫയർ സർവീസുകാർ ചോദിച്ചാലേ അവരുടെ കഷ്ടപ്പാടുകൾ. ഒരു സ്ഥലത്തും മര്യാദക്ക് നമുക്ക് അഗ്നിശമനം നടത്താൻ സാധ്യമല്ല. അഗ്നിശമനം ഒരു ഭാഗത്തെ കത്തി തീർക്കുക എന്നുള്ളതാണ്. നമ്മൾ അമേരിക്കയിലൊക്കെ കാണാറില്ല, കാലിഫോർണിയ ഫയറൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. സാധാരണയുള്ള സംഗതി തീർക്കുക, അത് കത്തിത്തീർക്കുക, ആ ഭാഗത്ത് നിന്ന് ഫ്യൂവൽ മാറ്റുക, വെള്ളം അധികം ഉപയോഗിക്കുക, പുല്ല് പറിച്ചു കളഞ്ഞാൽ അങ്ങനെ പലതും ചെയ്യാം. പക്ഷെ ഇവിടെ വെള്ളത്തിൽ അത്രയും കുറച്ചും കൂടെ എളുപ്പമാണെന്നാണ് ഞാൻ പറയുക ഈ അഗ്നി ശമിക്കുന്നത്. പക്ഷെ ഒരു വലിയ ഷിപ്പാണിത്, 600-ലധികം കണ്ടെയ്നറുകളുണ്ട്. ഈ കണ്ടെയ്നറുകളൊക്കെ ലോഡഡ് ആയിരിക്കാം, പക്ഷെ അതിനകത്തേക്ക് തീ പോകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിയുടെ പോൾ, കാരണം അത് കണ്ടെയ്നറാണ്, അതിനുള്ളിലേക്ക് പെട്ടെന്ന് കയറിക്കേറാൻ സാധ്യമല്ല. പിന്നെ അതിലുള്ള എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് അതൊക്കെ വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ട് പിന്നെ കണ്ടെയ്നറിൽ വെക്കുന്നതാണ്. അല്ലാതെ ലൂസായിട്ട് ഒരു ബൾക്ക് കാർഗോ ആയിട്ടല്ല അവിടെ വെക്കുന്നത്. ഉദാഹരണമായി ഞാൻ പറയാം, നമ്മുടെ ഇതിനു മുമ്പുണ്ടായിരുന്ന കപ്പലിൽ ഒരുപാട് കാൽസ്യം കാർബൈഡ് ഉണ്ടായിരുന്നു. കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന സാധനം വെള്ളത്തിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ അവിടെ അസിറ്റലിൻ വരും, തീ പിടിക്കും. അപ്പൊ അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല അതിന്. അപ്പൊ ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ട് കസ്റ്റംസ് ചെക്ക് ചെയ്തിട്ടാണ് ഈ കണ്ടെയ്നറിൽ വെക്കുന്നത്. കണ്ടെയ്നറിനകത്തേക്ക് പോകാനും കുറച്ച് സമയം എടുക്കും, അത്ര എളുപ്പമല്ല കണ്ടെയ്നറിനകത്തേക്ക് പോകാൻ. പിന്നെ ഈ കണ്ടെയ്നറിനകത്ത് എന്തൊക്കെയാണുള്ളത് ഇവിടെ മാനിഫെസ്റ്റോ ഉള്ളത്, അതായത് ഇവിടെ ബിൽ ഓഫ് ലാൻഡിങ്ങിലൊക്കെ ഉള്ള ആ സാധനം തന്നെയാണോ എന്ന് നോക്കണം. ചിലപ്പോൾ മനുഷ്യന്മാരുണ്ടാവും അതിനകത്ത്, ഹ്യൂമൻ ട്രാഫിക്കിങ്, അതൊക്കെ ശ്രദ്ധിക്കണം. അത് എന്തൊക്കെയുള്ള ആംസ് ആണോ വേറെ അതും പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ സിംഗപ്പൂരിൽ നിന്ന് വന്നൊരു ഷിപ്പാണിത്. സിംഗപ്പൂർ എന്ന് പറയുന്നത് വളരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്.
വളരെയധികം സിംഗപ്പൂര് നമുക്ക് വിശ്വസിക്കാം, പക്ഷെ ചൈനയെ നമുക്ക് അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ സാർ? കണ്ണടച്ച് ചൈനക്കാരുടെ സാന്നിധ്യമുണ്ട്. നേരത്തെ ശ്രീ പാട്രിക് മൈക്കിൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ തീരത്തെ അലങ്കോലപ്പെടുത്താൻ എന്തെങ്കിലും ഒരു സംഗതി വേണമെങ്കിൽ അതിൽ കടലിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ അവരിറങ്ങിത്തിരിച്ചാൽ നമുക്കറിയാലോ, ഏത് രീതിയിലും ഭാരതത്തെ തകർക്കുക എന്നുള്ള അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അതാണല്ലോ ആത്യന്തികമായി അവരുടെ ലക്ഷ്യം. അപ്പോൾ സ്വാഭാവികമായി അതുപോലുള്ളൊരു ഉദ്യമം, ഒരു എളിയ ശ്രമം നടത്തിയതായിരിക്കാമോ? അതും നമുക്ക് സംശയിക്കാലോ. ഇല്ല, ഇതുപോലെയുള്ള സംഗതി ഞാൻ നടത്താൻ പോവുകയാണ് വേറൊരു രാജ്യത്ത് എന്ന് വിചാരിച്ചാൽ താങ്കളെ പോലുള്ള ഒരു വ്യക്തിക്ക് ഇത് ഏകദേശം ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലായിരിക്കും ഞാൻ നടത്തുക. അതായത് ഇതിനെപ്പറ്റി നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തന്നെ അവർ അതിന് തുറന്ന് പുറപ്പെട്ടിട്ടില്ല എന്നാണ്. ഇന്നും നമ്മുടെ നാട്ടിൽ നടന്ന പല സംഗതികൾക്കും അതിന്റെ യാഥാർത്ഥ്യം ആർക്കും മനസ്സിലാവാതെ ഉണ്ട്. ഇപ്പൊ ഞാൻ കേരളത്തിനെ നശിപ്പിക്കാൻ വേണ്ടി വല്ലതും ശ്രമിക്കുകയാണെങ്കിൽ അത് ആർക്കും ഉദ്ദേശിക്കാൻ അതായത് ഏകദേശം മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത എളുപ്പത്തിൽ. നമുക്ക് സംശയം പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സംശയം വേണ്ട എന്നാണ് ഞാൻ പറയുക. ഇതൊന്നും നമ്മളിവിടെ താൽക്കാലികമായി ഞാൻ പറയുകയാണ്. ഇതൊന്നും ഞാനൊരു അന്വേഷണം നടത്താൻ പോവുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല അന്വേഷണം നടത്തുക. ഞാൻ എന്താണ് പറയുന്നത് വെച്ചാൽ, ഒരു രാജ്യത്തിന് കേരള തീരത്തിനെ നശിപ്പിക്കണമെങ്കിൽ എന്തെല്ലാം വേറെ വഴികളുണ്ട് എന്ന് നോക്കിയാൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു വഴി കൂടെ അവർ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. അല്ല സാറേ, ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ? ഞാൻ സാറിന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. താങ്കളാണ് കോസ്റ്റ് ഗാർഡ് തന്നെ സ്ഥാപിച്ചത്. അപ്പോൾ താങ്കൾക്ക് നന്നായിട്ട് അറിയാലോ എത്രത്തോളം സെൻസിറ്റീവാണ് നമ്മുടെ ഈ കേരള തീരം എന്നുള്ളത് അല്ലേ? അപ്പോൾ സ്വാഭാവികമായി ഇത്രയും വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനുള്ള അതിന് ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖല കൂടിയ തന്നെയല്ലേ, ഒരു ഭൂപ്രദേശമായിട്ട് തന്നെയല്ലേ ഇതിനെ കാണേണ്ടത്? അത് ശരിയാണ്, അത് വളരെ ശരിയാണ്. നമ്മുടെ സംസ്ഥാനവും അതിന് നമുക്ക് തൊട്ട സംസ്ഥാനങ്ങൾക്കും പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അതിനു വേണ്ടി തകരാറുണ്ടാക്കാൻ ശ്രമിക്കുന്ന പലരുമുണ്ട്. പക്ഷെ അതൊക്കെ നോക്കുമ്പോൾ ഈ ഒരു സംഗതി, അത് കണ്ടെയ്നർ ഷിപ്പിൽ കൂടെ അതിലേക്ക് വരിക എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ് എനിക്ക് അറിയില്ല. കാരണം ഇതിനേക്കാളും എളുപ്പ വഴികളുണ്ട് നമ്മുടെ നാട്ടിന് നാശം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് ശ്രമിക്കണമെങ്കിൽ. ഇതിനേക്കാളും എളുപ്പ വഴികൾ എത്രയോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത്.